എല്ലാവർക്കും ഈ വീഡിയോ സബ്സ്ക്രൈബ് ഓക്കെ. പറഞ്ഞ പോലെ നിങ്ങൾക്ക് നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബും ചെയ്യണം. അതുപോലെ തന്നെ ലൈക്കും കമന്റും എല്ലാം നിങ്ങൾ ഇട്ടോട്ടാ, നോ പ്രോബ്ലം. അതിന് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ ആ സ്പിരിറ്റിൽ എടുക്കും. പിന്നെ നമ്മൾ പോണത് എടുക്കുക വെച്ചാല് ഞങ്ങൾക്കും അറിയില്ല വണ്ടി കയറിയപ്പോൾ അതിന്റെ ഇടയിൽ നമ്മൾ ചമ്മാട് പാലട പ്രഥമൻ പായസം എന്ന് പറഞ്ഞ ഒരു ബോർഡ് കണ്ടപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് ആ കാക്ക ആദ്യം അമ്മക്ക് വണ്ടി നിർത്തിയപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, എന്നിട്ട് നിങ്ങൾ ഇന്റെ അടുത്ത് നിന്ന് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി യാതൊരു കുറച്ച് ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മളോട് പറഞ്ഞു വലിയ ഡബ്ബ എടുത്തുള്ളൂ, നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഇത് കുടിക്കാനൊക്കെ ഉണ്ടാവും പറഞ്ഞു. പക്ഷെ നമുക്ക് വലിയ ഡബ്ബ എടുത്തിട്ട് കാറിനുള്ളിൽ വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടേക്കാരം. അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിലും എത്തിയായിരുന്നു. ക്ലാസ്സിന് 30 രൂപയാണ്. അപ്പൊ തെൻസിറിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല പായസം കുടിക്കുന്നത്. കാരണം അവർക്ക് പായസം ഇഷ്ടമില്ല. അതിൽ വലിയ ഡബ്ബക്ക് 200 സംതിങ്ങും ചെറിയ ഡബ്ബക്കാണെങ്കിൽ 100 സംതിങ് ആയിട്ട് നമ്മളോട് റൈറ്റ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പായസം കുടിച്ചു. എന്റെ ക്ലാസ് കഴിഞ്ഞ പിന്നെ ഞാൻ ഇപ്പാന്റെ ക്ലാസ്സിൽ ബോധ്യോളം ദിക്കുവച്ചു. കാരണം ഇപ്പൊക്കെ ഷുഗർ കാര്യങ്ങളുണ്ടായിട്ട് അത് പറ്റൂല. പിന്നെ തെൻസിന്റെ സങ്കടം മാറ്റാൻ നമ്മൾ അവർക്ക് നാരങ്ങി വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലോറി സ്കരിക്കാൻ വേണ്ടി നമ്മളൊരു പള്ളി സൈഡിൽ നിന്ന് നിർത്തിയിട്ട. അപ്പൊ അതിനോട് തൊട്ടടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട്. ആ കരിങ്കല് ഇതൊക്കെ ഉണ്ടായതാണ് തിരമാല വല്ലാണ്ട് ഇങ്ങോട്ടില്ലാത്ത. ഇപ്പൊ തെൻസിറിനോട് ഒരു പോസ്റ്റിംഗ് ഇടാൻ പറഞ്ഞപ്പോൾ വിത്ത് ഡാൻസ് നമുക്ക് കാണിക്കുന്നത്. ഓൻ്റെ ഓരോ ലീലാവിലാസങ്ങളെ ഹൈഷ് എന്താ പറയലേ, അതൊക്കെ സെറ്റ് തന്നെ. പിന്നെ നമ്മൾ വീഡിയോസ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മളവിടെ ഇങ്ങനെ കുറച്ചു നേരം ഇരുന്നു കേട്ടോ. നല്ലൊരു കാറ്റുണ്ടായിരുന്നു. അപ്പൊ തണുത്തൊരു കാറ്റ്. പിന്നെ എന്താ പറയില്ല ഓന്റെ കുട്ടി തേച്ചു തോന്നുന്നു. ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, നമുക്ക് ഓൻ്റെ സെറ്റാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്നു. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഫൈനലായിട്ട് പോകേണ്ടത് കൂട്ടായി ബീച്ചും ചാലിയം ബീച്ചും. അപ്പൊ ഇതിൽ ഏതൊരു സ്ഥലത്തേക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ചാലി ബീച്ചിൽ കുറെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കാണാച്ചിട്ട് പോവാണേ. അപ്പൊ നമ്മൾ ആദ്യം ജങ്കാറിൽ കയറി ഞാൻ വിചാരിച്ചു. കാരണം എപ്പോഴും നമ്മൾ ജങ്കാറിൽ കയറണം. അപ്പൊ പ്രാവശ്യം നമ്മൾ ജങ്കാറിൽ കയറാതെ തന്നെ അവിടേക്ക് നേരിട്ട് പോവാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്കൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ല ലൊക്കേഷൻ നോക്കട്ടെ. അപ്പൊ കിട്ടിയില്ല, ആദ്യം കിട്ടില്ല. പിന്നെ തിരിച്ചു വന്നതിന്റെ ശേഷം ഏതോ ഒരു സൈഡിൽ നിന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പൊ നമ്മൾ അധികം വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരില്ല. അങ്ങനെ ഹോട്ടലിൽ നമ്മള് ഉച്ചക്കൊക്കെ അങ്ങനെ ഹോട്ടലിൽ കഴിക്കലില്ല. അഥവാ നൈറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഹോട്ടലിലേക്ക് പോലുള്ളൂ. അപ്പൊ നമ്മള് എന്താ പറയുക വീണ്ടും ഫുഡ് കഴിച്ചതിന് ശേഷം ചാലയും ബീച്ചിക്കാനും വന്നു. അപ്പൊ അവിടെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട്. വലിയ ബോട്ടിനാണെങ്കിൽ 100 രൂപ പെർ ഹെഡ്, ചെറിയ ബോട്ടിനാണെങ്കിൽ കുട്ടികൾക്ക് ഫ്രീ, വലിയവർക്കാണെങ്കിൽ 200 രൂപ ട്ടാ. അപ്പൊ നമ്മള് ബോട്ട് സർവീസ് അങ്ങോട്ട് ഇല്ലാതാക്കി, വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒരു ഫിഷിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരാളെ മീൻ പിടിച്ചിനൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, കണ്ടിരിക്കാൻ തന്നെ രസമുണ്ടായിരുന്നു. കുറച്ചു നേരം നമ്മൾ അവിടെ കണ്ടിരുന്നതിന് ശേഷിട്ടാ. അയാൾക്ക് എത്രത്തോളം മീൻ കിട്ടിക്കണം എന്നുള്ളതൊന്നും എനിക്കറിയില്ല, കാരണം അയാൾ നല്ല എഫേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല വെയിലായിരുന്നു, അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ പോണത്. പിന്നെ അമ്മ എന്നോട് പ്രാഗുണ്ട്, ഇവിടെ എടുക്ക എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ പറഞ്ഞു പറ്റിച്ച പോലെ കൊണ്ടുവരട്ടെ. ഇവിടെ അടിപൊളിയാണ്, ഇവിടെ ഇരുന്ന നല്ല രസമാണ് കാണാനെന്ന്. പക്ഷെ ആ കാര ചൂടിൽ വന്നോണ്ടാ തോന്നുന്നു ഒരു ഇതും കിട്ടില്ല ഞങ്ങൾക്ക്. ഒന്നാമത് കുറെ നടക്കാണ്ടല്ലോ കൊണ്ട് കുറച്ചും കൂടി. അപ്പൊ നടന്ന ക്ഷീണം എല്ലാം കൂടി വന്നപ്പോൾ ഇവിടെ ഇത്രയും നല്ല ചൂടും പിന്നെ ആൾക്കാരെ കുറവുണ്ടായിരുന്നു. കുറെ ആൾക്കാരുണ്ടാവുന്നല്ലോ നമുക്ക് ഒരു സ്ഥലം കാണുമ്പോൾ നല്ല രസം ഉണ്ടാവില്ലേ. ഇപ്പൊ ഞാൻ നാളെ ഇതിന്റെ മുമ്പ് വന്നെന്ന് വൈകുന്നേരം അന്ന് നല്ല ആൾക്കാരുണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് ഒരു ചൂട് ഇത്രയും ചൂടില്ലായിരുന്നു. അപ്പൊ ഈ ചൂടിന് നമ്മള് തണുപ്പിച്ചാൻ വേണ്ടി ഞാൻ എന്താ പറയുക മിക്സ്ഡ് ചൊരണ്ടൈസർ വാങ്ങിയത്. മറ്റുള്ളവരൊക്കെ ഐസ്ക്രീം ആട്ടോ വാങ്ങിയത്. ഇത് കുറച്ച് അലിന്റെ ശേഷം ഇങ്ങനെ ഊറ്റി കുടിക്കണം മിക്സ് ആക്കിയിട്ട്. അപ്പൊ നല്ല ടേസ്റ്റ് ആയിക്കാരം, അടിപൊളിയാണ്. പിന്നെ നമ്മൾ വേറെ വന്നു, വീട്ടിലേക്ക് പോയ ശേഷം നമ്മൾ ഇങ്ങനെ പോവാട്ടാ. അപ്പൊ ഈ കൂട്ടായി എത്തിയപ്പോഴായിരുന്നു നമ്മൾ കണ്ടത് ഒരു ഉത്സവം. ആദ്യം ഞങ്ങൾ ആണ്ട് നേർച്ചയാണ് കാര്യങ്ങളാണൊക്കെ വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് ഒരു ഉത്സവമാണെന്നുള്ളത്. എന്തോ വാവ് ഉത്സവം, ദീപാവലിനെ ബേസ് ആക്കിയിട്ടുള്ള എന്തോ ഒരു ഉത്സവമാണ്. വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് അവിടുന്ന് തൊട്ട് അങ്ങേ തല വരെ നടക്കാൻ നല്ലോണുണ്ട്. കാരണം അത്രക്ക് കച്ചവടക്കാരട്ട് അവിടെ ഉണ്ടായിരുന്നേ. ഇപ്പൊ വണ്ടി നിർത്താൻ പറ്റിയൊരു സ്ഥലം ഇല്ലാത്തോണ്ടാണ് എന്താ പറയലേ ഞാൻ ഇറങ്ങാന്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഉത്സവ പറമ്പിക്ക് പോവാ, ഈ ഉത്സവങ്ങളൊക്കെ കാണാറുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാട്ടിലുള്ള ഉത്സവമൊക്കെ പോലുണ്ട്, എന്താ പറയലേ ഐ ലൈക്ക് ഇറ്റ് എല്ലതും. പിന്നെ നമ്മൾ നേരെ യൂണിവേഴ്സിറ്റി വയ്യാട്ട വീട്ടിലേക്ക് വന്നത്. അപ്പൊ നല്ല ഉറക്കും ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും എന്താ പറയുക അമ്മ ഒരു ചായ കുടിക്കാച്ചിട്ട് നിർത്തി. ഇമ്മക്ക് വട കിട്ടിയില്ല എന്നാണ്ട് ആദ്യം കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മൾ വടക്ക് വാങ്ങി കൊടുത്തു. പിന്നെ നല്ല ചൂടോടുള്ള ചായക്കടയായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ബൈ.